പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 27-ാം തിരുവചനം. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെ. നമ്മുടെ ആഗ്രഹത്തെക്കാളും ഉപരി ഈശോ നമ്മളെ നോക്കിക്കാണുന്നത് നമ്മുടെ ഉള്ളിലെ സാധ്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. കഴിവുള്ളവരും പ്രതിഭാശാലികളും അവിടുത്തെ മുമ്പിൽ തന്നെ ഉള്ള സമയത്തും ഈശോ ഇഷ്ടപ്പെട്ടത് ബലഹീനരെ തൻ്റെ വഴിയിലേക്ക് വിളിക്കുവാനാണ്. ദിവ്യകാരുണ്യമാകുന്ന ഈശോയുടെ സ്വർഗീയ വിരുന്ന് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഈ ഒരു ചോദ്യം മുഴങ്ങട്ടെ: ഈശോയുടെ തിരുശരീരം സ്വീകരിക്കുവാൻ ഞാൻ യോഗ്യനാണോ എന്ന്. നമ്മളെക്കാൾ അധികം നമ്മുടെ അയോഗ്യതകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ഈശോ ബലഹീനരായ നമ്മളെ തിരഞ്ഞെടുത്തു എന്നതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. നമ്മുടെ പരാജയങ്ങളിലേക്ക് അല്ല കർത്താവിൻ്റെ കണ്ണ് പോകുന്നത്. എത്രത്തോളം നമ്മളിൽ ആഗ്രഹമുണ്ട് എന്നതാണ് ഈശോ നോക്കുന്ന കാര്യം. ഈശോയുടെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാനുള്ള ആഗ്രഹമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമുക്കും നമ്മുടെ ആഗ്രഹത്തെ സമർപ്പിക്കാം. കുറവുകളെ നിറവുകളാക്കുന്ന ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ജീവിതങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മളായിരിക്കുന്ന കുടുംബത്തെ, ജീവിത പ്രതിസന്ധികളെ വിട്ടുകൊടുക്കാം. ഈശോയുടെ തിരുനാമത്തിൻ്റെ ശക്തി ആ മേഖലകളിൽ വ്യാപരിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.